ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് 2 സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണിത്. ഒന്ന് എരിവുള്ളതും ഒന്ന് മധുരമുള്ളതും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇവിടെ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് ചപ്പാത്തി, കുബൂസ് എന്നിവ കൊണ്ടാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തിയാണ് ഞാൻ തയ്യാറാക്കിയത്. പിന്നെ ഈ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി, കുബൂസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ എന്തായാലും ചപ്പാത്തി തയ്യാറാക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന ചപ്പാത്തി, കുബൂസ് എന്നിവ കൊണ്ട് നമ്മൾക്ക് ഈ ഒരു സ്നാക്സ് എളുപ്പത്തിൽ തയ്യാറാക്കാം. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലഞ്ച് പരിപാടിയിലേക്ക് കടന്നു. ഇന്ന് പിന്നെ വിശാലമായ ചോറും കറിയൊന്നും തയ്യാറാക്കാൻ നിന്നില്ല. വേഗം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസ് അങ്ങ് ഉണ്ടാക്കി. അതിനൊരു കറി, വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കിയത്. ശരിക്കും ടൊമാറ്റോ റൈസിന് കറിയൊന്നും വേണമെന്നില്ല, വെറുതെയും തിന്നാൻ പറ്റുന്നൊരു നല്ലൊരു റൈസാണ്. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി പിന്നെ നമ്മൾക്കുണ്ടെങ്കിൽ എന്തിനും കൂട്ടാലോ. ചപ്പാത്തി, കുബൂസ്, പൊറോട്ട എന്നിവയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് വേണമെങ്കിൽ ചാനൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ റൈസിൻ്റെ ആയാലും ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ആയാലും വറുത്തരച്ച ചിക്കൻ കറി ആയാലും പിന്നെ തൈര് സാലഡ് ആയാലും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി വൈകുന്നേരമായപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്തെങ്കിലും സ്നാക്സ് തയ്യാറാക്കി താഴ്ന്ന്. അങ്ങനെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അടുക്കളയിൽ വന്നപ്പോൾ കണ്ടത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ബാക്കിയിരിക്കുന്നുണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് വെച്ചൊരു സ്നാക്സ് തയ്യാറാക്കുമെന്ന് കരുതി. പിന്നെ ഈ ഐഡിയ എനിക്ക് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്താൽ കുറച്ചൊരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ ഞാൻ ഒരു 3-4 ചപ്പാത്തി ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുബൂസും ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിയ കുബൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 2-3 ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചപ്പാത്തിയും കുബൂസും ഒക്കെ നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തത്. നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചിട്ട് ചെയ്യുക, കരിഞ്ഞു പോകരുത്. ഇനി ഇതിവിടെ ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരാം. അപ്പോഴേക്കും ചപ്പാത്തി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. നല്ല കറുമുറ പൊട്ടുന്ന പോലത്തെ സ്നാക്സാണ് റെഡിയാകാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറാകുന്ന സമയത്ത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരാം. അപ്പോൾ കുറച്ചുകൂടി ചപ്പാത്തി പീസസ് ബാക്കിയുണ്ട്. ഞാൻ അതുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം മുഴുവൻ ചപ്പാത്തി ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി അടുത്തത് കുബൂസാണ് ഇടുന്നത്. അതേ എണ്ണയിൽ തന്നെ കുബൂസ് കൂടി ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരാം. നിങ്ങൾ ഈ സ്നാക്സ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് കുബൂസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറൊക്കെ ആയി. ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരുവാണ്. അപ്പോൾ കുറച്ചുകൂടി കുബൂസ് ബാക്കിയുണ്ട്, അതുകൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതാ എല്ലാ കുബൂസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ സോസ് പാൻ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ച പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പഞ്ചസാരയും വെള്ളവും നന്നായിട്ടൊന്ന് കുറുകി വരണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കാം. കൈ പൊള്ളരുത്. എൻ്റെ കൈ ഒരിക്കൽ പൊള്ളിയതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ ഒന്ന് നമ്മൾക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം 2 വിരലും തമ്മിൽ. അപ്പോൾ ആയിട്ടില്ല, കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്നുകൂടി തൊട്ട് നോക്കി. അപ്പോൾ ഇതായിട്ടുണ്ട്, കണ്ടില്ലേ. ഈ 2 വിരലും കൂടി പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു പശ പോലെ ആകുന്നത്, ആ സമയത്ത് നമ്മൾക്കിത് സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാങ്ങുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചപ്പാത്തി കുബൂസ് പീസസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഈ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലായി മാറും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ഈ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രിസ്പി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് സ്പൈസി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇവിടെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി എടുക്കുക. അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീസസിന് കണക്കായിട്ടുള്ള ഉപ്പും മുളക് പൊടി എടുക്കുക. കൂടി പോകരുത്. ഇതിലേക്ക് ആ പീസസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്പൈസി സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് രണ്ടും. നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തെടുത്ത് കറുമുറ കടിച്ച് തിന്നാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. താങ്ക്